പേര് റോസി, സ്ഥലം തലൂർ. എൻ്റെ കഥ, എൻ്റെ ശബ്ദം, എൻ്റെ തിരിച്ചറിവ്. എൻ്റെ വീട്ടിൽ ഞാനാണ് മൂത്തത്. എനിക്ക് ഒരു സഹോദരിയും 3 സഹോദരന്മാരും, അപ്പനും അമ്മയും. ഇതാണ് എൻ്റെ കുടുംബം. എൻ്റെ കുറവുകൾ: 2 കാലിനും 1 കൈക്കും പാദമില്ല. എൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഞാൻ പ്രിയപ്പെട്ടവൾ തന്നെയാണ്. ഞാൻ ജനിച്ച് 2.5 വയസ്സുള്ളപ്പോഴാണ് നടന്നു തുടങ്ങിയത്. എനിക്കു നടക്കാൻ കഴിയാത്തതുകൊണ്ട് എവിടെ പോകണമെങ്കിലും എടുത്തു വേണം കൊണ്ടുപോകാൻ. അതുകൊണ്ട് എന്നെ ആരും കൊണ്ടു പോകാറില്ല. മറ്റുള്ളവർ പോകുമ്പോൾ എനിക്കു സങ്കടമാണ്. എന്നെ ആർക്കും വേണ്ട, എന്നെ ഇഷ്ടമില്ല എന്നാണ് എൻ്റെ ചിന്ത. ഞാൻ ചെറുപ്പം മുതൽ അമ്മയുടെ വീട്ടിലാണ് വളർന്നത്. അപ്പാപ്പനാണ് എന്നെ കൊണ്ടുപോയിരുന്നത്. അപ്പാപ്പനും അമ്മാമ്മയുമാണ് എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും. എൻ്റെ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞാണ് എന്നെ സ്കൂളിൽ ചേർത്തിയത്. എന്നെ ആദ്യമായി സ്കൂളിൽ കൊണ്ടുപോയത് അപ്പാപ്പനാണ്. എന്നെ എടുത്താണ് കൊണ്ടുപോയത്. പിന്നെ സൈക്കിൾ വാങ്ങി അതിൽ ഇരുത്തിയാണ് കൊണ്ടുപോയത്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അപ്പാപ്പൻ നടത്തി തരുമായിരുന്നു. എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്നെ വലിയ ഇഷ്ടമാണ്. 4 വരെ ഞാൻ പഠിച്ചത് അമ്മയുടെ വീട്ടിൽ നിന്നാണ്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് പഠിക്കാൻ പോയിരുന്നത്. എനിക്കു നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നടക്കുമ്പോൾ എൻ്റെ കാലു പൊട്ടുമായിരുന്നു. വേദന സഹിച്ചാണ് ഞാൻ പഠിക്കാൻ പോയിരുന്നത്. എനിക്കു ഒരു സ്വപ്നമുണ്ടായിരുന്നു: പഠിച്ച് ഒരു ജോലി നേടുക. ഇതായിരുന്നു എൻ്റെ സ്വപ്നം. പക്ഷേ എൻ്റെ സ്വപ്നം പൂർത്തീകരിക്കാൻ എനിക്കു സാധിച്ചില്ല. 7-ൽ വെച്ച് പഠിപ്പു നിർത്തേണ്ടി വന്നു. തുടർന്നു പഠിക്കാൻ എനിക്കു കഴിഞ്ഞില്ല. എത്ര വേദന സഹിച്ചും ഞാൻ പഠിക്കാൻ പോകുമായിരുന്നു. പക്ഷേ എൻ്റെ കാലുകൾ പൊട്ടി പഴുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കു നടക്കാൻ കഴിയാതെയായി. ഞാൻ എൻ്റെ പഠിപ്പു നിർത്തി. എൻ്റെ കൂട്ടുകാരും സഹോദരങ്ങളും സ്കൂളിൽ പോകുമ്പോൾ ഞാൻ വേദനയോടെ നോക്കി നിൽക്കും. എനിക്കു ഒരിക്കലും പഠിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എൻ്റെ കുറവുകളിലേക്ക് നോക്കി വേദനയോടെയിരുന്നു. എൻ്റെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും സ്നേഹവും ലാളനയും എൻ്റെ മനസ്സിന് സന്തോഷം തന്നില്ല. എനിക്കു മറ്റുള്ളവരെ പോലെ ഓടി നടക്കാനും എനിക്കു കഴിയുന്നില്ല. എൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും നഷ്ടപ്പെട്ടു പോയി എന്ന ചിന്ത എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. എൻ്റെ വേദനകളും വിഷമങ്ങളും ആരെയും അറിയിക്കാതെ ഞാൻ എൻ്റെ വീട്ടിൽ ഒതുങ്ങിക്കൂടി. പുറലോകവുമായി എനിക്ക് ഒരു ബന്ധവും ഇല്ലാതായി. എനിക്ക് കുറേ കഴിവുകൾ ഉണ്ട്, പക്ഷേ അതു തിരിച്ചറിയാൻ എനിക്കു കഴിഞ്ഞില്ല. വർഷങ്ങളോളം ഞാൻ പുറത്ത് ഇറങ്ങാതെ ഞാൻ എൻ്റെ കുറവുകളിലേക്ക് നോക്കിയിരുന്നു. വീട്ടിൽ നിന്നും പുറത്ത് ഇറങ്ങാതിരുന്ന ഞാൻ വർഷങ്ങൾക്കു ശേഷം പുറത്ത് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് എന്നെക്കുറിച്ചും എൻ്റെ കഴിവുകളെക്കുറിച്ചും തിരിച്ചറിയുന്നത്. എന്തിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ കുറവുകളിലേക്ക് നോക്കിയിരുന്നത്? എൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും
ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു എനിക്ക് എന്നെ തിരിച്ചറിയാൻ. എന്നേക്കാൾ വേദനിക്കുന്നവരും കുറവുള്ളവരും ഈ ലോകത്ത് ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ ദുഃഖങ്ങളും വേദനകളും കുറവുകളും ഒന്നുമല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ കുറവുകളിലേക്ക് നോക്കിയിരുന്നത്? എൻ്റെ കുറവുകളും വേദനകളും മറന്നു ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സഹായിക്കാനും അവരോടൊപ്പം സന്തോഷിക്കാനും എനിക്കു കഴിഞ്ഞു. എന്നെപ്പോലെ കഴിവുള്ളവരുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എന്നേക്കാൾ കുറവുള്ളവർ അവരുടെ കഴിവുകളുമായി ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു. എന്തുകൊണ്ട് എനിക്കും അവരെപ്പോലെ സഞ്ചരിച്ചുകൂടാ എന്ന ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത് ഞാൻ അവരോടൊപ്പം ഓരോ ഗ്രൂപ്പുകളിൽ ചേരുകയും അവരോടൊപ്പം എൻ്റെ കഴിവുകളുമായി സഞ്ചരിക്കുകയും സന്തോഷിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ ജോലി ചെയ്യുകയും ചെയ്യുന്നു. എൻ്റെ പൂർത്തീകരിക്കാത്ത സ്വപ്നം സഫലമായി. വലിയ ജോലിയോ പദവിയോ അല്ല, സ്വപ്നങ്ങളും മോഹങ്ങളും. ഇതാണ് മറ്റുള്ളവർക്കു വേണ്ടി നമ്മൾ എന്തു ചെയ്യുന്നു. ഇതാണ് നമ്മുടെ സ്വപ്നങ്ങളും മോഹങ്ങളും. മറ്റുള്ളവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്യുക. അല്ലാതെ എൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും നഷ്ടപ്പെട്ടു പോയി എന്ന് വിലപിച്ച് മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് നോക്കി പഴിക്കാതെ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുക. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠം. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.